വി ഡി സതീശനെ പരാജയപ്പെടുത്താനായ ഒരു ഭാഗത്ത് CPM-ന്റെ ശ്രമം, അതിനിടയിലാണ് BJP-യുടെ മറ്റൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയെ വി ഡി സതീശനെതിരെ മത്സരിപ്പിക്കുക. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഇപ്പോൾ വെള്ളാപ്പള്ളിയും ഈ സതീശനും തമ്മിലുള്ള പോര്. തന്നെ അപമാനിക്കുന്നു, ഈഴവനെ അപമാനിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് വെള്ളാപ്പള്ളി. അത് ഊരിൽ പ്രതിഫലിക്കുമോ? അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് വളരെ സൂക്ഷിച്ച് വേണം വി ഡി സതീശൻ പരവൂരിൽ ഇത്തവണ നിൽക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് സത്യമാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് പറവൂരിൽ NDA സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരം വളരെ കടുക്കാനാണ് സാധ്യത. പഴയ ടാർഗറ്റുകൾ ഒന്നുമായിരിക്കില്ല ഇനി വരുന്നത്. ഇപ്പോൾ പുതിയ ചില ഇക്വേഷൻസ് അവിടെ രൂപപ്പെടും. ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ അത്തരത്തിലൊരു ഫൈറ്റ് വന്നാൽ വി ഡി സതീശന് വളരെ വിയർക്കേണ്ടി വരും. ഒരുപക്ഷെ തോൽക്കാനും സാധ്യതയുണ്ട്. ഞാനത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 3 പേര് ഒരുപോലെ അവിടെ ഫോക്കസ് ചെയ്യപ്പെടും. ഒന്ന്, NDA തീർച്ചയായിട്ടും അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് BDJS-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി വരുന്നു എന്നുള്ളത് അവർ വളരെ ശക്തമായ ഒരു മത്സരത്തിന് തയ്യാറാവും. അതോടൊപ്പം വെള്ളാപ്പള്ളി തൻ്റെ മുഴുവൻ കരുത്തും എടുത്തുകൊണ്ട് വി ഡി സതീശനെതിരെ ഇറങ്ങാൻ നിൽക്കും. സുകുമാരൻ നായരും ഒപ്പം നിൽക്കാനാണ് സാധ്യത. ഇതൊരു ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. വളരെ നല്ല കംഫർട്ടബിൾ മെജോറിറ്റി ഹിന്ദു വിഭാഗത്തിന് ഉള്ള സ്ഥലമാണ്. മുസ്ലിം ക്രിസ്ത്യനും ഒട്ടും മോശമല്ല, പക്ഷേ എങ്കിൽ പോലും ഹിന്ദു മെജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. അവിടെ ഒരു പോളറൈസേഷൻ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് CPI അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ഫൈറ്റ് ഭയങ്കരമായി. അപ്പോൾ അവിടെ കഴിഞ്ഞ 2021 2,01,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ 82,264 വോട്ടാണ് വി ഡി സതീശൻ പിടിച്ചത്. CPIയുടെ ആൾ വളരെ പുറകിൽ പോയി. നിക്സൺ ആയിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയത് 60,963 വോട്ടാണ്. അന്ന് BDJS 16-നേക്കാൾ വളരെ മോശമായതായിരുന്നു. അവിടെ BDJS-ന് കിട്ടിയത് 12,964 വോട്ട്. വി ഡി സതീശൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 21,301 വോട്ടാണ്. നല്ല ഭൂരിപക്ഷമാണ്. 2 ലക്ഷം വോട്ട് അതിൽ പോൾ ചെയ്ത് ചിലപ്പോൾ ഒരു 1,80,000 ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനും താഴെ ആയിരിക്കാം. അതിൽ 20,000 വോട്ടെന്ന് പറയുന്നത് 20,301 വോട്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ 2016-ലെയും കണക്ക്. 20,364 വോട്ടിനാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചത്. അന്ന് പക്ഷേ അദ്ദേഹത്തിന് ഇത്രയും വോട്ട് കിട്ടിയില്ല. 74,985 വോട്ടാണ് കിട്ടിയത്. അന്ന് CPIയുടെ സ്ഥാനാർത്ഥി ശാരദാ മോഹനായിരുന്നു. അവർക്ക് 54,351 വോട്ട് കിട്ടി. പിന്നെ BDJS-ൻ്റെ ഹരി വിജയൻ അന്ന് ഏതാണ്ട് 30,000-ത്തിന് അടുപ്പിച്ച് 29,093 30,000 വലിയ ലീഡ് കിട്ടിയ സ്ഥലമാണ്, വോട്ട് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ 30,000 വോട്ട് ഹരി വിജയന് പിടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തുഷാർ വെള്ളാപ്പള്ളി നിന്നാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഫോക്കസ് 3 നേതാക്കളുടെ 2 സമുദായ നേതാക്കളുടെയും പിണറായി വിജയൻ്റെയും ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ കഴിയില്ല. വലിയ ഒരു മത്സരത്തിന് സ്കോപ്പുണ്ട്. അല്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രചരണം നയിക്കാൻ കഴിയാതെ ഈ ഒരു ഊരാക്കുടുക്കിലിടുന്ന പരിപാടിയായിരിക്കും അദ്ദേഹത്തിന്. അത് തീർച്ചയായിട്ടും വരും. അദ്ദേഹത്തിന് കൂടുതൽ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് ഇത് കേൾക്കുന്ന നിമിഷം മുതലേ തനിക്ക് മണ്ഡലത്തിൽ അധികം ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ചെയ്യും. തീർച്ചയായിട്ടും വലിയൊരു ഫൈറ്റിന് അദ്ദേഹം ഒരുങ്ങേണ്ടി വരും. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടതാണ്, 3 മുന്നണികൾ ഒരു ഒത്തുതീർപ്പില്ലാതെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അതായിരിക്കുമല്ലേ കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ അങ്ങനെ ഒരു മത്സരത്തിലേക്ക് ഈ നിയമസഭ നമുക്ക് കാണാൻ കഴിയും. ഈ നിയമസഭയിൽ ഒരു 40 മണ്ഡലങ്ങളിൽ അങ്ങനെ ജീവൻ മരണ പോരാട്ടം തന്നെ നടക്കും. അത് യാതൊരു സംശയവും. ഒരു ഒത്തുതീർപ്പുമില്ല. ഒത്തുതീർപ്പിന് പോയാൽ ആ ആള് പുറകോട്ട് പോകും. 1-2 സീറ്റ് നഷ്ടപ്പെട്ട ചിലപ്പോൾ ഭരണം പോകും. അത് UDF-നായാലും LDF-നായാലും, അല്ലെങ്കിൽ ഭരണത്തിന് അടുത്തെത്താനുള്ള ആ റേഞ്ചിൽ നിന്നാണ് പോവുക. അപ്പോൾ ഇവിടെ കളിക്കാൻ ആർക്കും പറ്റില്ല. തങ്ങളുടെ വോട്ട് മാക്സിമം തങ്ങളുടെ പെട്ടിയിൽ വീഴിക്കുക എന്നുള്ളതായിരിക്കും LDF-ൻ്റെയും UDF-ൻ്റെയും ശ്രമം. അപ്പോൾ BJPക്ക് പിന്നെ അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും തൻ്റെ പെട്ടിയിൽ എത്തിക്കുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ഈ ത്രികോണ മത്സരം വരുമ്പോൾ BJP എവിടെ പോയി നിൽക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല.
സ്ഥാനാർത്ഥികളും ആ മണ്ഡലത്തിലെ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കി പറയാൻ പറ്റുള്ളൂ. 3 സ്ഥാനാർത്ഥികളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ്. എന്തായാലും ഒരു 10% വോട്ട് മികച്ച സ്ഥാനാർത്ഥിക്ക് പോകുന്നതാണ് നമ്മുടെ ഇപ്പോഴും ലേറ്റസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. 10% വോട്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് 15,000-നും 20,000-നും അടുപ്പിച്ച് വോട്ട് വരികയാണ് 10% എന്ന് പറയുമ്പോൾ. അതിൽ പകുതി പോലും ഒരാൾക്ക് കിട്ടിയാൽ അയാൾ ജയിച്ചിരിക്കും ത്രികോണ മത്സരം വരുന്നിടത്ത്. അത് വളരെ നിർണായകമാണ്. ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BDJS സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ, തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഫൈറ്റ് ഒന്നുകിൽ ഒരു അണ്ടർ കറണ്ട് ഫൈറ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും VD സതീശനത് ദോഷം ചെയ്യും. ഇനി അതല്ല സ്ട്രെയിറ്റ് ഫൈറ്റ് ആണ്. അല്ല, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ 2 മുന്നണികളും ഒറ്റ ലക്ഷ്യമാണ്. തങ്ങൾ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, VD സതീശനെ പരാജയപ്പെടുത്തുക. തീർച്ചയായിട്ടും LDFനെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളൂ. VD സതീശനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. NDA സംബന്ധിച്ചിടത്തോളം തുഷാർ വെള്ളാപ്പള്ളിയെ മാക്സിമം വോട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് വേറൊരു സൗകര്യമുണ്ട്. താമര അടയാളത്തിൽ വോട്ട് ചെയ്യേണ്ട, കുടം അടയാളത്തിലാണ് വോട്ട്. അതുകൊണ്ട് താമരയിൽ കുത്താതെ ഒരു കുടം ജയിപ്പിക്കുന്നതിന് അവർക്ക് വലിയ വിഷമവും വരാൻ വഴിയില്ല. അപ്പം അതുകൊണ്ട് നിസ്സാരമല്ല ഈ ഒരു സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആകാതിരിക്കാനാണ് VD സതീശൻ ആദ്യം നോക്കേണ്ടത്. വർക്കൗട്ട് ആയാൽ അദ്ദേഹം മണ്ഡലത്തിൽ അത്യധികമായ വെള്ളം കുടിക്കേണ്ടി വരും. അല്ല, പറവൂർ മണ്ഡലത്തിൽ ഒരു NSS SNDP ഐക്യം കാണുന്നുണ്ട്. അത് കേരളം മൊത്തം വരുമല്ലോ. അതിൻ്റെ ട്രെൻഡ് ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. NSS SNDP ഐക്യം ഏതാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ. അല്ല, ആണിക്കല്ല് VD സതീശനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കും. ഇനി നമുക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. ഈ BDJS എന്ന് പറയുന്നത് ഒരു പിന്നെ SNDP സ്പോൺസേഡ് പാർട്ടി എന്നുള്ളത് മാറി SNDP NSS സ്പോൺസേഡ് ആയിട്ടുള്ളൊരു പാർട്ടിയായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൂടെ ചേർന്ന് തീരുമാനിച്ചാൽ അത് വലിയ മാറ്റങ്ങൾ. മറ്റു മണ്ഡലങ്ങളിൽ നടന്നില്ലെങ്കിലും പരവൂരിൽ ഉറപ്പായിട്ടുണ്ട്. പരവൂർ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. BDJSന് SNDPയുടെയും NSSൻ്റെയും ഒരുപോലെ പിന്തുണയും അവരുടെ സ്ഥാനാർത്ഥികൾ പലയിടത്തും ഇപ്പോൾ BDJS ചോദിച്ചിരിക്കുന്നത് 40 സ്ഥാനാർത്ഥികളെയാണ്. ഒരുപക്ഷെ NSSും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ 40 സ്ഥാനാർത്ഥികളെയും കൊടുക്കുന്നതിന് NDAക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുമ്പ് അവർക്ക് 2016 അവർക്ക് 30 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആ 30 സീറ്റെങ്കിലും കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു വാശി. പക്ഷേ NSSും SNDPയും ഒരുമിച്ച് BDJS ഇപ്പോൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ BDJS എന്നുള്ള പ്രസ്ഥാനം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കുടമടയാളത്തിൽ മത്സരിക്കുന്നതിൽ പകുതി SNDP സ്ഥാനാർത്ഥികളും, അല്ലെങ്കിൽ പകുതി വേണ്ട, കാരണം പിന്നെ ഡെമോഗ്രാഫിക് റിക്വേഷൻ നോക്കുമ്പം തീർച്ചയായിട്ടും SNDPക്ക് തന്നെയാണ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ അർഹത. ഇപ്പോൾ ഒരു 20 സീറ്റിൽ SNDPയുടെ അല്ലെങ്കിൽ ഈഴവ സ്ഥാനാർത്ഥികളും ഒരു 10 സീറ്റിൽ നായർ സ്ഥാനാർത്ഥികളും വരികയാണെങ്കിൽ ആ ഒരു മത്സരം വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കാത്ത ഒരു പണി ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് വിജയിപ്പിക്കാനായിട്ട് പിണറായി വിജയൻ മുൻകൈയിട്ട് എടുത്ത് ഇറങ്ങുകയും ചെയ്യും, സംശയമില്ല. അതുകൊണ്ട് VD സതീശൻ പറവൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.